ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ഇന്ദ്രനും സുശീല അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ. ഈ സമയം കുറെ ഉപദേശങ്ങൾ ഇങ്ങനെ കുഞ്ഞമ്മ ഇന്നലെ കൊടുത്തല്ലോ. ഇതിനു ശേഷം സത്യനെയാണ് കാണിക്കുന്നത്. സത്യൻ എന്തായാലും തന്റെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മാനസികാവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയമാണ് സുശീലയും ഇന്ദ്രനും കയറി വരുന്നത്. അപ്പൊ ആന്റി ഇത്ര നേരത്തെ വന്നു. അത് കേട്ട ഉടനെ തന്നെ ഇങ്ങനെ ഷാമിന്റെ നേർക്ക് ചൂടാവണം കേട്ടോ. നീ എന്തിനാ എന്റെ വീട്ടിലോട്ട് ഞാൻ ഇത്ര നേരത്തെ വന്നോ എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോഴേക്കും സത്യം ചോദിക്കുക, എന്തിനാ അമ്മ ഇങ്ങനെ ചൂടാവുന്നത്? നിങ്ങൾ എന്താ പോയിട്ട് ഹർഷയ്ക്ക് നിങ്ങളെ കാണേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണ ഹർഷ ലേബർ റൂമിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും സുശീല അകത്തോട്ട് കയറി പോവാനേട്ടാ. സുശീലയ്ക്ക് ഇവരുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ല. എന്നാൽ ഈ സമയം ഇന്ദ്രനോട് സത്യൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഞങ്ങൾ അകത്തോട്ട് അവിടോട്ട് ചെല്ലുമ്പോഴേക്കും അവളെ ലേബർ റൂമിലോട്ട് കയറ്റി. അതുകൊണ്ട് തന്നെ നാളെയാണ് ഇത്ര പ്രസവം ഉണ്ടാവുള്ളൂ. അവൾക്ക് വലിയ ടെൻഷനാണെന്നൊക്കെ ഡോക്ടർ പറയുന്നത്. BP കൂടിയതുകൊണ്ട് സർജറി ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയാനേട്ടാ. അപ്പൊ ഏട്ടൻ ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതൊക്കെ അത് നല്ല നിലക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ഏട്ടന് തന്നെ അത് ദോഷം ചെയ്യും. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ സോന പറയുന്നത് ശരിയാണ് ഏട്ടൻ എടുത്തു ചാടി ഓരോന്നും ചെയ്യുമ്പോൾ ഏട്ടന്റെ കുടുംബജീവിതം ഓരോ ദിവസവും തകർന്നും കൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിക്കണം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിന്റെ മനസ്സിൽ മുഴുവൻ ടെൻഷനാണ്. മാഷിന് ഒരു സമാധാനം കിട്ടുന്നില്ല. തന്റെ മോൾ മഞ്ചാടി അവളുടെ അരികിലോട്ടൊന്ന് പോകണം. 21 പവൻ അവളെ ഏൽപ്പിക്കണം. അത് മാത്രമല്ല അവളുടെ പഠനത്തെ കുറിച്ച് എന്തായാലും അവളുടെ ഇപ്പോഴത്തെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവരോട് കാര്യങ്ങൾ പറയണം. തന്റെ മകള് ഒരിക്കലും പഠനം നിർത്താൻ പാടില്ല, പാതി വഴിയിൽ ഇടരുത്, പഠിക്കണം എന്ന് മാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കുട്ടി. ഇന്നിപ്പോ എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്റെ മകളുടെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പൊ രഘു ഉടൻ തന്നെ എങ്ങോട്ട് അമ്മാവ, ഞാൻ മഞ്ചാരിയുടെ അരികിലോട്ട് ഒന്ന് പോവാണ്, പറ്റുമെങ്കിൽ നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്ന് പറയുമ്പോ ഉടൻ തന്നെ രഘു പറയാണ് അതിനെന്താ ഞാൻ വരാം എന്ന് രഘു പറയുന്നുണ്ട് കേട്ടോ. ആ സമയം പൊട്ടിത്തെറിക്കാൻ അമ്പിളി, നിങ്ങൾ ഇതിങ്ങനെ അമ്മാവനാണെന്ന് പറഞ്ഞ് അമ്മാവന്റെ പിറകെ ഇങ്ങനെ നടന്ന് നിങ്ങൾക്ക് ജോലിയുണ്ടോ, കൂലിയുണ്ടോ, വേലയുണ്ടോ ഒന്നും തന്നെ ഇല്ലാതായല്ലോ. ഇപ്പോൾ എന്തിനും സമ്പാദ്യം പോലെയില്ല. എന്നാൽ ആളുകളുടെയൊക്കെ മുന്നിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നത് എന്താണ്? സ്വന്തം രക്തബന്ധങ്ങൾ പോലും നമ്മളെ തള്ളി പറയുന്നു. അച്ഛന്റെ ചിലവിലാണ് ജീവിക്കുന്നതെന്നും അച്ഛന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റുകയാണെന്നും പറഞ്ഞിട്ട് ഇനിയും ഈ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ അച്ഛന്റെ പിറകെ നടക്കണ്ട. ഇനി ജോലിയും കൂലിയും ഇല്ലാതെ നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രഘുവിനെ ദേഷ്യം പിടിക്കാനായിട്ട്, എടി ഇത് ആരെടി? നിന്റെ അച്ഛനാടി, നിന്റെ അച്ഛനോട് നീ ഈ രീതിയിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് രഘു അമ്പിളിയെ അടിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ തന്നെ അമ്പിളി പറയണേ, ഞാൻ പറയാനുള്ളത് പറയും. എന്റെ അച്ഛൻ തന്നെയാണ്, എന്റെ അച്ഛന് വേണ്ടി തന്നെയാണല്ലോ ഇത്രയും കാലം നിങ്ങൾ നടന്നത്. എന്നിട്ട് അതിന് നിങ്ങൾക്ക് എന്ത് സമ്മാനമാണ് കിട്ടിയത്? ഒരു സമ്മാനവും കിട്ടിയില്ലല്ലോ. എല്ലാവരുടെയും വായിൽ നിന്നുള്ള ചീത്തവിളി, രഘുവും അമ്പിളിയും അച്ഛനിൽ നിന്ന് എന്തൊക്കെയോ പിടിച്ചു വലിച്ചു എന്നുള്ള വാക്കുമല്ലേ കേട്ടത്. അതുകൊണ്ട് ഇനി വേണ്ട, ഇനി ആരും അച്ഛന്റെ കൂടെ നടക്കേണ്ട എന്നും പറയാനും നമ്മൾ നമ്മുടെ കാര്യം നോക്കണം എന്ന് പറയുമ്പോഴേക്കും രഘുവിന് വീണ്ടും ദേഷ്യം പിടിക്കുമ്പോൾ അമ്പിളിയെ അങ്ങ് അടിക്കാൻ അങ്ങ് കായ് വെച്ച ഉടനെ രഘുവിനെ അങ്ങ് മാഷ തടയാൻ കേട്ടോ. മതി, നീ എന്റെ പെങ്ങളുടെ മകനാണെന്നുള്ള സത്യം തന്നെയാണ്. ആ ഒരു ദയ കൊണ്ടല്ലേ നീ എന്റെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ വേറൊരു ബന്ധവും ഞാനും നീയുമായുള്ളത് അമ്പിളിയുടെ ഭർത്താവ് എന്ന നിലക്കുണ്ടല്ലോ. അപ്പൊ എന്റെ പെങ്ങളുടെ മകൻ എന്ന നിലയിലുള്ള ആ ബന്ധം നീ അങ്ങ് മറന്നേക്ക്. എല്ലാ മരുമക്കളെയും പോലെ അമ്പിളി പറയുന്നത് പോലെ നീയും ഇവിടുത്തെ മരുമകനാണ്. അങ്ങനെ ഇനി ജീവിച്ചാൽ മതി. അല്ലാതെ എന്റെ പെങ്ങളുടെ മകനായി എനിക്ക് നീ ഓരോ കാര്യങ്ങൾ ചെയ്തു തരണ്ട എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളിക്ക് ആകെ സങ്കടമാവുന്നു. തന്റെ വായിൽ നിന്നും പറയാനുള്ളത് അങ്ങ് പറഞ്ഞെങ്കിലും തന്റെ മാനസികാവസ്ഥ എല്ലാവരും മനസ്സിലാക്കുന്ന കരുതിയത്. പക്ഷേ ചില നേരത്ത് പോകുന്ന വാക്കുകൾ അത് അറമ്പറ്റിയ വാക്ക് തന്നെ ആയിട്ടോ. അങ്ങനെ മാഷ് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങാണ്. പോകും വഴി മാഷിന് വല്ലാതെ അങ്ങ് സങ്കടം തോന്നുന്നു. തന്റെ ഭാര്യ ലക്ഷ്മി മരിച്ചപ്പോൾ 5 പെമ്മക്കൾക്കും വേണ്ടി താൻ ഇത്രയും കാലം ഇരുന്നിട്ട് ഇപ്പോൾ തനിക്ക് കിട്ടിയ സമ്മാനം എന്ത്? തന്റെ മക്കൾ പോലും തന്റെ അരികത്തില്ല. എല്ലാ മക്കളും തന്നെ നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടി, തന്റെ മക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് കഴിയുന്ന പ്രതീക്ഷയോടുകൂടി ജീവിച്ച തന്റെ ജീവിതമെല്ലാം തകർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് താങ്ങാനാവുന്നില്ല. തനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായതുകൊണ്ട് തന്നെ
മാഷ് ഇങ്ങനെ തകർന്ന് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ ഉറ്റിക്കൊണ്ട് മാഷ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഹർഷക്കാണെങ്കിലോ ലേബർ റൂമിൽ കിടക്കുമ്പോൾ സമാധാനം കിട്ടുന്നില്ല. ഹർഷയുടെ വീപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. ഹർഷ ടെൻഷൻ കൂടുകയാണ്. അപ്പൊ ഉടൻ തന്നെ സിസ്റ്റർ ഓടുന്നു. ഉടൻ തന്നെ എന്താ പ്രശ്നം, ഹർഷയുടെ വീപ്പ് വല്ലാതെ കയറി വരുന്നു. അപ്പോൾ ഉടൻ തന്നെ രവി പറയുന്നുണ്ട് എന്താ ഇനി ചെയ്യുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹർഷയെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോഴേക്കും രവിയോട് കയറി കണ്ടോളൂ എന്ന് പറയണേ. അങ്ങനെ ഹർഷയുടെ അരികിലോട്ട് എത്തുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയണേ രവിയേട്ടാ, എനിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ, എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ, ഞാൻ ഇനി ഇല്ല എന്നാ തോന്നുന്നത്. ഇതോടുകൂടി എൻ്റെ ജീവിതം തുലയുമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് എനിക്ക് ഇന്ദ്രനെ ഒന്ന് കാണണം. ഇത് കേൾക്കുന്ന രവി ഒന്ന് ഞെട്ടിപ്പോകണേട്ടാ. ആ സമയം ഇന്ദ്രൻ ഇല്ലല്ലോ ഹർഷ, ഇന്ദ്രൻ എവിടെ നിന്ന് പോയല്ലോ? അപ്പൊ സുശീലാന്റിയും പോയോ? അവർ രണ്ടുപേരും പോയല്ലോ. നിന്റെ പ്രസവം നാളെ രാവിലത്തോടു കൂടിയാണ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവർ ഇവിടെ നിന്ന് പോയെന്ന് പറയണേട്ടോ. അപ്പൊ ഇത് കേട്ട ഹർഷ, എനിക്ക് അവരെ കാണണം, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഒന്ന് വിളിക്കൂ ഇന്ദ്രനെ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ആ സമയത്ത് തന്നെ ഇന്ദ്രനെ വീണ്ടും വിളിക്കാൻ കേട്ടോ. ഈ സമയമാണ് ഇനി പൊട്ടിത്തെറികൾ സംഭവിക്കുന്നത്. അങ്ങനെ ഹർഷ സംസാരിക്കണം എന്ന് പറയുന്നത് ഇന്ദ്രനൊന്ന് കൊടുക്കുക ആന്റി. അങ്ങനെ തന്റെ മകന്റെ അരികിലോട്ട് സുശീല ഓടിച്ചെല്ലാണ്. ഇതൊക്കെ കണ്ട് സത്യനും ഷാമും സോനയൊക്കെ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. അത് തന്നെ എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാനായിട്ടാ. അപ്പൊ ഉടൻ തന്നെ ഇന്ദ്രൻ, എന്താ അമ്മേ, അത് ഹർഷയ്ക്ക് നിന്നോട് സംസാരിക്കണം, ഈ സമയം തന്നെ അവരിലോട്ട് ചെല്ലാനാണ് പറയുന്നത് എന്ന് പറയുന്നിട്ടാ. അപ്പൊ ഇത് കേട്ടോട് തന്നെ സത്യനന്ദ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ സത്യം പറയണേ, ഇന്ദ്രേട്ട, അമ്മയുടെ ഓരോ പ്രവൃത്തി കൊണ്ടാണ് ഇന്ദ്രേട്ടന്റെ ജീവിതം ഇന്ന് ഈ നിലയിലെത്തിയത്. ഇനിയും ഇന്ദ്രേട്ടൻ ചിന്തിക്കാതെ കണ്ട് ഓരോരോ ഭാഗത്തോട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്ദ്രേട്ടൻ അനുഭവിക്കാൻ പോകുന്ന ഇതായിരിക്കില്ല, വലിയ ശിക്ഷ തന്നെ ഇന്ദ്രേട്ടൻ ഇനി നേരിടേണ്ടി വരുമെന്ന് പറയുന്നിട്ടോ. അപ്പൊ ഇതൊന്നും തന്റെ തലയിൽ അങ്ങ് കയറുന്നില്ല. ഇന്ദ്രൻ അതൊന്നല്ല വലുത്. ഇന്ദ്രന് ഈ പറയുന്നത് പോലെ തന്നെ തന്റെ അമ്മയുടെ വാക്കുകൾ, ഹർഷയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലണം, ഹർഷയെ കാണണം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ദ്രന്റെ മനസ്സിൽ അപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനെ ഇന്ദ്രൻ വേഗം അവിടെ നിന്നും പോകുമ്പോ സോന പറയാണ്, സത്യേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഇന്ദ്രേട്ടന്റെ കുഞ്ഞ് തന്നെ ആവുമോ ഇനിയിപ്പോ ഹർഷയുടെ വയറ്റിൽ? അത് കേട്ട ഉടനെ ക്ഷമ, എടിസോനെ, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. അല്ല, ഇന്ദ്രേട്ടന്റെ ആ ഒരു കരുതലും അമ്മയുടെ ആ ഒരു സ്നേഹമൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു. അപ്പോൾ തന്നെ സത്യം പറയണേ, എന്റെ മനസ്സിലും അങ്ങനെ ഒരു തോന്നലുണ്ട്. കാരണം അനുചേച്ചി പ്രസവിച്ച ആ സമയത്ത് എന്റെ അമ്മ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇന്ദ്രേട്ടന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒത്തിരി തവണ ശ്രമിച്ചെങ്കിലും കൂടി അത് അമ്മ കാണിച്ചു കൊടുത്തില്ല എന്നുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയം സോന പറയണേ, സത്യേട്ടാ, ഇനിയിതിപ്പോ എവിടെ എത്തിച്ചേരുമോ എന്തോ, എനിക്ക് പേടിയാവുന്നു, മൊത്തത്തിൽ എന്തൊക്കെയോ ഉണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ സത്യേട്ടാ, നമുക്ക് നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? ഇനി ഇന്ദ്രേട്ടനെ അനുചേച്ചിയുമായ ഒരു ബന്ധമുണ്ടാവുമോ? ഇനി നമ്മുടെ അമ്മ ഇനി അനുഭവിക്കേണ്ടി വരും എന്തൊക്കെയാണോ? ഇത് രവി അറിഞ്ഞാൽ എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ സത്യൻ, എനിക്കറിയില്ല, അമ്മ തന്നെ എല്ലാം കണ്ടറിയട്ടെ. അമ്മ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ അമ്മ തന്നെ ഇനി തീരുമാനങ്ങൾ എന്താച്ചാ എടുക്കട്ടെ. എത്ര പറഞ്ഞാൽ ഓരോരുത്തർ ശരിയാവില്ലെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, അവരുടെ വഴി തിരഞ്ഞെടുക്കട്ടെ എന്നും സത്യൻ പറഞ്ഞ് കൈയൊഴിയാണ്.